ഹായ് ഗായ്സ്, അപ്പോൾ നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ എന്താണ് ഫേസ്ബുക്കും എൻ്റെ പേജും പ്രൊഫൈലും തമ്മിലുള്ള ഡിഫറൻസ് എന്നാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. അപ്പോൾ ഡിഫറൻസ് ബിറ്റ്വീൻ ഫേസ്ബുക്ക് പേജ് ആൻഡ് പ്രൊഫൈൽ ആണ് നമ്മൾ ഇന്ന് അറിയാൻ പോകുന്നത് കേട്ടോ. അപ്പം ഞാനൊരു ഹെഡിങ്ങിനോട് കൊടുക്കാം, ഫേസ്ബുക്കിൻ്റെ പേജും പ്രൊഫൈലും തമ്മിലുള്ള ഡിഫറൻസ് എന്താണ്. അപ്പോൾ ആദ്യത്തെ ഡിഫറൻസ് എന്ന് പറയുന്നത് പർപ്പസ് ആണ്. എന്താണ് രണ്ടിൻ്റെയും പർപ്പസ് എന്ന് പറയുന്നതാണ് ആദ്യത്തെ ഡിഫറൻസ് ആയിട്ട് വരുന്നത്. അപ്പോൾ ഞാൻ ആദ്യം പറഞ്ഞതുപോലെ പേഴ്സണൽ യൂസിന് ഉപയോഗിക്കാനായിട്ടാണ് പ്രൊഫൈൽ ഉള്ളത്. അത് ഇൻഡിവിജ്വലിനെയോ അല്ലെങ്കിൽ ഒരു പേഴ്സണെയോ റെപ്രസെന്റ് ചെയ്യുന്നതാണ് പ്രൊഫൈൽ എന്ന് പറയുന്നത്. പേജ് എന്ന് പറയുന്നത് ഒരു ബിസിനസ് വേണ്ടിയിട്ടോ, ഒരു ബ്രാൻഡിന് വേണ്ടിയിട്ടോ, ഒരു പബ്ലിക് ഫിഗറിന് വേണ്ടിയിട്ടോ, അല്ലെങ്കിൽ ഒരു ആളുടെ സർവീസസിനെ അല്ലെങ്കിൽ കമ്പനിയുടെ സർവീസസിനെ പ്രൊമോട്ട് ചെയ്യാൻ വേണ്ടിയിട്ടോ ആണ് നമ്മൾ എന്ത് ഉപയോഗിക്കുന്നത്, പേജ് ഉപയോഗിക്കുന്നത്. പിന്നെ പ്രൊഫൈലിലാണെങ്കിൽ നമുക്ക് കൂടുതൽ പ്രയോറിറ്റി ഉള്ളത് ഫ്രണ്ട്സിനാണ്. ഫ്രണ്ട്സും ഫോളോവേഴ്സും ഉണ്ട്, പക്ഷേ ഏറ്റവും കൂടുതൽ ഇമ്പോർട്ടൻസ് പറയുന്നത് ഫ്രണ്ട്സിനാണ്. പേജിലാണെങ്കിൽ നമുക്ക് ഒന്നല്ലെങ്കിൽ ഫോളോ ചെയ്യാം, അല്ലെങ്കിൽ നമ്മളെ ഫോളോ ചെയ്യിപ്പിക്കാം. ഈ ഒരു ഓപ്ഷൻ മാത്രമേ ഉള്ളൂ. ഫ്രണ്ട് റിക്വസ്റ്റ് എന്ന് പറയുന്നത് സാധനം ഫ്രണ്ട് ആവാൻ പറ്റുക എന്ന് പറയുന്നത് ഒരു മനുഷ്യനുണ്ട്, പേജിന് പറ്റില്ലല്ലോ. അതുകൊണ്ടാണ് ഫ്രണ്ട് റിക്വസ്റ്റ് എന്ന് പറയുന്ന ഫീച്ചർ ഇല്ലാത്തത്. പിന്നെ ഫീച്ചർ വെച്ച് നോക്കുകയാണെങ്കിൽ പ്രൊഫൈലിൻ്റെ ഫീച്ചേഴ്സിൽ ഒരു ഫീച്ചറാണ് പോസ്റ്റുകൾ ഇടണം, സ്റ്റോറി ഇടണം, അതുപോലെ തന്നെ പേഴ്സണൽ ഫോട്ടോസ് ഇടണം എന്നല്ല. പേജ് ആണെങ്കിൽ ആ ഫോട്ടോസ് എല്ലാം ഇടുന്നതൊക്കെ ഇടാൻ പറ്റും, പക്ഷെ കൂടുതലും അഡ്വർടൈസ്മെന്റ് പർപ്പസിനും ബൂസ്റ്റിങ്ങിനും അതായത് പ്രൊമോഷണൽ ആയിട്ടുള്ള ആക്ടിവിറ്റീസിനുമാണ് എന്ത് ഉപയോഗിക്കുക, പേജിൽ ഉപയോഗിക്കുക. പിന്നെ അനലിറ്റിക്സും ആഡും വെച്ച് നോക്കുകയാണെങ്കിൽ പ്രൊഫൈലിൽ അങ്ങനെ പ്രത്യേകിച്ച് പെർഫോമൻസ് റിപ്പോർട്ടിൻ്റെ അല്ലെങ്കിൽ ആഡിൻ്റെ ഒന്നും ആവശ്യമില്ല. അതുകൊണ്ട് തന്നെ പ്രത്യേകിച്ച് അതിന് സ്പെസിഫൈ ആയിട്ട് പറയുന്നില്ല. പക്ഷെ പേജിലാണെങ്കിലോ എല്ലാത്തിനും ഇൻസൈറ്റ്സ് ഉണ്ടായിരിക്കും, പ്രോപ്പറായിട്ടുള്ള യൂസേജ് വെച്ചിട്ടുണ്ടെങ്കിൽ യൂസേജ് ഞാൻ പറഞ്ഞല്ലോ. അതായത് നമുക്ക് ഫ്രണ്ട്സായിട്ട് ഇന്ററാക്ട് ചെയ്യാനും ഫ്രണ്ട്സായിട്ട് ഒരു കമ്മ്യൂണിറ്റി ക്രിയേറ്റ് ചെയ്യാനും അതുപോലെ ചുറ്റുള്ള സൊസൈറ്റി ആയിട്ടുള്ള ഇന്ററാക്ഷൻ വേണ്ടി പ്രൊഫൈലാണ് നമ്മൾ ഉപയോഗിക്കുന്നത്. അത് ഡെയിലി ലൈഫിലെ ഷെയറിങ്ങിന് വേണ്ടിയിട്ടും അതുപോലെ നമുക്ക് ഓരോരോ സംഭവങ്ങൾ ഫെച്ച് ചെയ്തെടുക്കാനൊക്കെയാണ് നമ്മൾ ഉപയോഗിക്കുന്നത്. പേജ് ആണെങ്കിലോ നമ്മുടെ ബിസിനസ്സിന് ഗ്രോ ചെയ്യാൻ വേണ്ടിയിട്ടും നമ്മുടെ പ്രൊമോഷണൽ ആക്ടിവിറ്റീസ് കൂട്ടാൻ വേണ്ടിയിട്ടും നമ്മുടെ ഉള്ളിലുള്ള എന്തൊക്കെ കാര്യങ്ങളാണ് വെച്ചിട്ടുണ്ടെങ്കിൽ പെർഫെക്റ്റ് ആയിട്ട് അലൈൻ ചെയ്ത് കോൺട്രിബ്യൂട്ട് ചെയ്യിപ്പിക്കാൻ വേണ്ടിയിട്ടൊക്കെയാണ് പേജുകൾ ഉപയോഗിക്കുന്നത്. ഒരു വാക്കത്തിൽ ഒരു ചുരുക്കത്തിൽ പറയാ വെച്ചിട്ടുണ്ടെങ്കിൽ പ്രൊഫൈൽ എന്ന് പറയുന്നത് നമ്മൾ സ്ട്രൈറ്റ് ആയിട്ട് ആളോട് സംസാരിക്കുന്ന പോലെ, പേജ് എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു ഓർഗനൈസേഷൻ്റെ നോട്ടീസ് ബോർഡിൽ പോയിട്ട് വായിക്കുന്നത് പോലെ. മനസ്സിലായോ? അതാണ് രണ്ട് തമ്മിലുള്ള ഡിഫറൻസ് എന്ന് പറയുന്നത്. ഓക്കെ ഗൈസ്, അപ്പോൾ ഞാൻ പ്രൊഫൈലും പേജും തമ്മിലുള്ള ഡിഫറൻസ് എന്താണെന്ന് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. നമ്മളൊരു ഓർഗനൈസേഷൻ്റെ ഒരു ആക്ടിവിറ്റി നടത്തുകയാണെങ്കിൽ അത് പേജിലാണ് വേണ്ടത്, അതിലിട്ടാണ് പ്രൊമോട്ട് ചെയ്യേണ്ടത്. പ്രൊഫൈൽ ഇടുന്നതിൽ തെറ്റില്ല, ഇടാം, പക്ഷേ അതിൽ പേഴ്സണൽ ഈവൻ്റ് ആയിട്ട് നമ്മൾ സെൽഫി ഇടുന്ന പോലെ കണക്കാക്കാൻ പറ്റും. ഓക്കെ, സോ പ്രൊഫൈലും പേജും മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. താങ്ക് യു ഗൈസ്.